മഴത്തോരു മുമ്പിലെ പുത്തൻ സ്റ്റോറിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ സ്റ്റോറി ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ, അതുപോലെ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കല്ലേ. അങ്ങനെ ഡ്രൈവറും ആൻ്റപ്പനും കൂടെ ഓയിലുണ്ടോ ബാക്കി വണ്ടിയുടെ കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യുകയാണ്. അപ്പം വണ്ടി നല്ല കണ്ടീഷനാണെന്ന് പറയുന്നുണ്ട്. അപ്പം ആൻ്റപ്പൻ ചോദിക്കുകയാണ്, എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിലേ കേണൽ സാബു നിന്നെ ശരിയാക്കുമെന്ന് പറയാണ്. അപ്പോഴത്തേക്ക് വന്ന് ഡ്രൈവർ ചോദിക്കുന്നുണ്ട്, ആ കൊച്ചെന്തി, ആ കൊച്ചിനെ ഇന്ന് കണ്ടില്ലല്ലോ, കേണൽ സാബിൻ്റെ മോളെന്ന് പറഞ്ഞ പെൺകുട്ടിയെ. ഇപ്പം വരും, തോട്ടത്തിലേക്ക് പോവാൻ ഇപ്പം വരുമെന്നല്ലേ പറഞ്ഞത്, നിനക്ക് കാണാം, നീ വെപ്രാളപ്പെടാതെ എന്ന് ആൻ്റപ്പൻ പറയുന്നുണ്ട്. അപ്പോഴാണ് സ്റ്റാൻലി അകത്ത് നിന്ന് ആൻ്റപ്പ എന്ന് വിളിച്ചുകൊണ്ട് വരുന്നത്. എന്താ സാബ് എന്ന് ചോദിക്കുന്നുണ്ട്. എല്ലാം ഓക്കെ അല്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. അതെ, എല്ലാം റെഡിയാണ്. അങ്ങനെ സ്റ്റാൻലി വന്ന് നേരെ ജീപ്പിലോട്ട് കയറുകയാണ്. അപ്പോൾ ഡ്രൈവർ എന്ന് ചോദിക്കുന്നുണ്ട്, ഞാനും കൂടെ വരാം സാറേ, ഇടയ്ക്ക് വെച്ച് വണ്ടി ഓട്ടിക്കണമെങ്കിൽ ഞാനും ഓട്ടിക്കാം എന്ന് പറയുന്നുണ്ട്. ഇപ്പം നിൻ്റെ ആവശ്യമില്ല, ഈ യാത്രയിൽ നിൻ്റെ ആവശ്യമില്ലത് സ്റ്റാൻലി പറയുന്നുണ്ട്. ഈ സമയത്താണ് അകത്തുനിന്ന് ഔതക്കുട്ടിയും അലീനയും കൂടെ ഇറങ്ങി വരുന്നത് കാണുന്നത്. അപ്പം അവരിറങ്ങി വരുമ്പോൾ ആൻ്റപ്പൻ ചെന്ന് ഡ്രൈവറിൻ്റെ അടുത്ത് പറയുന്നുണ്ട്, ദോ ഇല്ല, പെൺകുട്ടിയാണെന്ന് ഇതിനെ കാണിക്കുന്നുണ്ട്. അപ്പം അങ്ങനെ അലീനെ അയാൾ അത്ഭുതത്തോടെ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. അപ്പോഴാണ് ഔതക്കുട്ടിയും അലീനയും കൂടെ അങ്ങോട്ട് ഇറങ്ങി വരുമ്പോൾ സ്റ്റാൻലി ചോദിക്കുന്നുണ്ട്, അപ്പം നമുക്ക് പോകാം എന്ന് ചോദിക്കുന്നുണ്ട്. അതെ, പോകാടാ എന്ന് ഔതക്കുട്ടി പറയുന്നുണ്ട്. അപ്പം ബാക്കിൽ കയറിക്കോ, അലീന ഫ്രണ്ടിൽ കയറിക്കോ, അലീനയ്ക്ക് പോകുന്ന വഴിയിൽ കുറേ കാഴ്ചകൾ കാണാമല്ലോ എന്ന് പറയുന്നുണ്ട്. അപ്പം ഔതക്കുട്ടി പറയുന്നുണ്ട്, അതെ, മോള് ഫ്രണ്ടിൽ കയറിക്കോ, ഞാൻ പുറകെ കയറിക്കോളാം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അലീന പറയുന്നുണ്ട്, അത് വേണ്ട, അപ്പച്ചൻ ഫ്രണ്ടിലിരുന്നോ, വല്യപ്പച്ചൻ ഫ്രണ്ടിൽ ഇരുന്നോ, ഞാൻ ബാക്കിലിരുന്നോളാം. അതൊന്നും വേണ്ട മോളെ, കുറേ കാലം നമ്മളൊക്കെ ഫ്രണ്ടിൽ ഇരുന്ന് കുറേ കണ്ടതല്ലേ, ഇനി നിങ്ങളൊക്കെ നീയാ ഫ്രണ്ടിൽ ഇരിക്കേണ്ടത്, അതിനെല്ലാ യോഗ്യതയും നിനക്കുണ്ടെന്ന് ഔതക്കുട്ടി പറയുന്നുണ്ട്. അപ്പം വീണ്ടും അലീന പറയാണ്, വേണ്ട വല്യപ്പച്ച, ഞാൻ ബാക്കിലിരുന്നോളാം എന്ന് പറയുമ്പോൾ സ്റ്റാൻലി ചൂടാവുകയാണ്. അലീന, ഞാൻ പറഞ്ഞത് കേട്ടില്ലയോ, ഞാൻ പറഞ്ഞാൽ നിനക്ക് അനുസരിക്കാൻ വയ്യായോ എന്ന് ചോദിക്കുകയാണ്. ഇത് കേൾക്കുമ്പോൾ അലീനയൊന്നും ഞെട്ടുന്നുണ്ട്. എന്നെങ്കിൽ പെട്ടെന്ന് വന്ന് മുന്നിൽ കയറി, നീ എന്തിനാ ഓരോന്ന് പറഞ്ഞ് തർക്കിക്കാൻ നിൽക്കുന്നത്, പറയുന്നത് ഞങ്ങൾ അനുസരിച്ചാൽ മതി എന്ന് പറയാണ്. അപ്പോൾ ഔതക്കുട്ടി പറയാണ്, മോള് ചെന്ന് മുന്നിലോട്ടിരിക്കാൻ പറയാണ്. അങ്ങനെ അലീന മടിച്ച് ഫ്രണ്ടിലോട്ട് കയറിയിരിക്കുകയാണ്. അപ്പം അലീന എടുത്തൊന്ന് ചൂടാകുമ്പോൾ ആൻ്റപ്പനൊരു ചെറിയ സന്തോഷമൊക്കെ ഉണ്ടാകുന്നുണ്ട്. പോകാൻ നേരത്ത് സ്റ്റാൻലി പറയുന്നുണ്ട്, ആൻ്റപ്പ കാര്യങ്ങളൊക്കെ നോക്കണം എന്ന് പറഞ്ഞിട്ട് സ്റ്റാൻലിയും അലീനയും ഔതക്കുട്ടിയും കൂടെ അവിടുന്ന് പോവുകയാണ്. അപ്പം ഇതൊക്കെ ആൻ്റപ്പൻ ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുന്നുണ്ട്. അതുപോലെ ഡ്രൈവർ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ആൻ്റപ്പൻ ചോദിക്കുന്നുണ്ട്, എന്താടാ നീ കണ്ടില്ല, ആ കൊച്ചാ കേണൽ സാബിൻ്റെ മോളാന്നും പറഞ്ഞ് വന്നേ. അപ്പം അത് കാണുമ്പം ഡ്രൈവർ പറയുന്നുണ്ട്, ചിലപ്പം ആ കൊച്ച് പറഞ്ഞത് ശരിയായിരിക്കും, ചെറിയൊരു കേണൽ സാബിൻ്റെ കട്ടൊക്കെ തോന്നുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. എൻ്റെ അപ്പം പറയണം, അതാ ഞാൻ പറഞ്ഞത്, അതിനെ കണ്ടു കഴിഞ്ഞാൽ കേണൽ സാബിൻ്റെ മകളാണെന്നൊക്കെ തോന്നും. ആ കൊച്ചിനെ ഓട്ടിക്കാൻ വേണ്ടി വന്ന ആളാണ് ആ ബാക്കിൽ ഇരുന്ന് പോയത്. ഇപ്പം അവരെല്ലാം ഒന്നായി, ഇനി എന്താണെന്ന് വെച്ചാൽ ആർക്കറിയാം എന്നും പറഞ്ഞുകൊണ്ട് ആൻ്റപ്പൻ അങ്ങ് കയറി പോവാണ്. കൂടെ ഡ്രൈവറും അങ്ങ് കയറി പോവാണ്. അങ്ങനെ യാത്രയ്ക്കിടയിൽ ഔതക്കുട്ടിയും അലീനയും തമ്മിൽ ഭയങ്കരമായിട്ട് സംസാരിക്കുന്നുണ്ട്. അവർ കൂടുതൽ അടുക്കുന്നുണ്ട്. അവർ ചിരിച്ച് ഭയങ്കര സന്തോഷമായിട്ടാണ് പോകുന്നത്. ഇതൊക്കെ സ്റ്റാൻലി ഇങ്ങനെ ശ്രദ്ധിക്കുന്നുണ്ട്. സ്റ്റാൻലി വല്ലാണ്ട് ചിരിക്കുന്നൊന്നുമില്ല, എപ്പോഴും ഒന്ന് ഗൗരവത്തോടെ തന്നെയാണ് ഇരിക്കുന്നത്. അപ്പം ഔതക്കുട്ടി ഇടയ്ക്ക് ചോദിക്കുന്നുണ്ട്, എന്താടാ നീ എപ്പോഴും ഇങ്ങനെ ഗൗരവത്തോടെ ഇരിക്കുന്നത്, കൊച്ചിനോടൊന്ന് ചിരിച്ച് സംസാരിച്ചൂടെ നിനക്കെന്ന് ചോദിക്കുന്നുണ്ട്. അത് അപ്പം സംസാരിക്കുന്നുണ്ടല്ലോ, ഞാൻ എന്ത് പറയാനാ എന്ന് സ്റ്റാൻലി പറയുന്നുണ്ട്. അങ്ങനെ അവർ സന്തോഷത്തോടെ തോട്ടത്തിലേക്ക് പോവുകയാണ്. അങ്ങനെ തോട്ടത്തിലേക്ക് കയറുമ്പോൾ സ്ഥലങ്ങളൊക്കെ കാണിച്ചു കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ ഞാൻ വാങ്ങിക്കുമ്പോൾ വെറും തരിശു ഭൂമിയായിരുന്നു, പിന്നെ ഞാനാണ് റബ്ബറൊക്കെ വെച്ച് പിടിപ്പിച്ച് ഇങ്ങനെ ആക്കിയെടുത്തതെന്നൊക്കെ ഗമയോടെ സ്റ്റാൻലി പറയുന്നുണ്ട്. അപ്പോൾ അലീന ചോദിക്കുകയാണ്, അത് ഇവിടുത്തെ ജോലിക്കാരല്ലേ ഇതൊക്കെ വെച്ച് പിടിപ്പിച്ചത്, പിന്നെന്തിനാ ഇത്ര ഗമയോട് പറയുന്നതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഇത് കേൾക്കുമ്പോൾ സ്റ്റാൻലി ഒന്ന് വല്ലാതാവുന്നുണ്ട്. അപ്പോൾ ഔതക്കുട്ടിക്കാണെങ്കിൽ ഇതൊക്കെ കേൾക്കുമ്പോൾ ചിരി വരുന്നുണ്ട്. വല്യപ്പച്ച, ഞാൻ അങ്ങോട്ടൊക്കെ പോയി ഓരോന്ന് നോക്കുകയൊക്കെ ചെയ്യട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അലീന അങ്ങ് പോവുകയാണ്. അപ്പോൾ സ്റ്റാൻലി ഔതക്കുട്ടിയുടെ അടുത്ത് പറയുന്നുണ്ട്, എന്താ ഇച്ചിരി ബുദ്ധി കുറവാണെന്ന് തോന്നുന്നു അലീനയ്ക്ക്, നമ്മൾ പറയുന്നതൊന്നും അവൾക്ക് മനസ്സിലാവുന്നില്ല എന്ന് സ്റ്റാൻലി പറയുന്നുണ്ട്. അപ്പോൾ ഔതക്കുട്ടി പറയാണ്, ആര് പറഞ്ഞ് അവൾക്ക് ബുദ്ധി കുറവാണെന്ന്, അവൾക്ക് ബുദ്ധി ഇച്ചിരി കൂടുതലല്ല, കുറവൊന്നുമില്ല. പിന്നെ നീ പറഞ്ഞെന്തുവാ, നീയാണ് ഇതൊക്കെ വെച്ച് പിടിപ്പിച്ചതെന്ന്, അത് ശരിയാണോ, ജോലിക്കാരല്ലേ ഇതൊക്കെ വെച്ച് പിടിപ്പിച്ചേ, പിന്നെ അവൾ ചോദിച്ചതിന് എന്താ കുറ്റം എന്ന് ചോദിക്കുകയാണ്. ഇത് കേൾക്കുമ്പോൾ സ്റ്റാൻലി ഒന്ന് വല്ലാതാവുന്നുണ്ട്. അപ്പച്ചൻ എന്തോ അലീനയുടെ കൂടെ ചേർന്ന് എന്നെ കളിയാക്കുവാണെന്ന് ചോദിക്കുകയാണ്. അല്ല പിന്നെ, സത്യം പറയുമ്പോൾ നിനക്കെന്തിനാ ഇത്ര വിഷമം തോന്നിയെന്നും പറഞ്ഞുകൊണ്ട് ഔതക്കുട്ടി അങ്ങ് അലീനയെ അടുത്തോട്ട് പോവുകയാണ്. അലീന ഇങ്ങനെ ഒറ്റയ്ക്ക് മാറി നിന്ന് ഇതൊക്കെ കണ്ട് ഭയങ്കര സന്തോഷത്തോടെ നിൽക്കുകയാണ്. അപ്പോൾ ഔതക്കുട്ടി വന്നിട്ട് പറയുകയാണ്, മോളെ ഇതൊക്കെ നോക്കി വെക്കണം, ഇതൊക്കെ നിനക്കൂടെ അവകാശപ്പെട്ടതാണ്. അവൻ പറഞ്ഞതുപോലെ ഇത് വാങ്ങിക്കുമ്പോൾ വെറും തരിശു ഭൂമിയായിരുന്നു, പിന്നെ അവനാണ് ഇതെല്ലാം ഉണ്ടാക്കിയെടുത്തത്, അവൻ്റെ അധ്വാനം കൊണ്ട് തന്നെയാണ് ഇതൊക്കെ ഒപ്പിച്ചെടുത്തതെന്ന് ഔതക്കുട്ടി പറയുന്നുണ്ട്. അപ്പം അലീന ചോദിക്കുന്നുണ്ട്, ഇവിടെ വേറെ ജോലിക്കാരൊന്നും ഇല്ലയെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പം ഓഫീസ് അങ്ങാണ് മോളെ, അങ്ങോട്ട് നമുക്ക് പോകാം, അതൊക്കെ മോൾക്ക് കാണിച്ചു തരുന്നുണ്ടെന്ന് ഔതക്കുട്ടി പറയുന്നുണ്ട്. അപ്പം സ്റ്റാൻലിയും അലീനയും ഔതക്കുട്ടിയും അവിടെയൊക്കെ കുറേ നേരം ചുറ്റിക്കറങ്ങിയിട്ട് സ്റ്റാൻലി പറയുന്നുണ്ട്, ഇനി ഓഫീസിലേക്ക് പോകാം, അവിടെ എനിക്ക് ഇത്തിരി പണിയും കൊണ്ടുണ്ട്, എന്തായാലും വന്നേയില്ലേ, ഓഫീസിൽ കയറി എല്ലാം ഒന്ന് നോക്കിയിട്ട് പോകാമെന്ന് സ്റ്റാൻലി പറയുന്നുണ്ട്. അപ്പോൾ ഔതക്കുട്ടി പറയുന്നുണ്ട്, ശരി, പക്ഷേ ഒത്തിരി നേരമൊന്നും അവിടെ ഇരിക്കാൻ പറ്റത്തില്ല, കൊച്ചിനെയും കൊണ്ട് അവിടെ കൂടുതൽ നേരമൊന്നും കറങ്ങി നടക്കാൻ പറ്റത്തില്ല, നീ
ഓഫീസിൽ കയറിയിരുന്നാൽ പിന്നെ ഞങ്ങൾ എന്ത് ചെയ്യും എന്നൊക്കെ പറയുന്നുണ്ട്. ശരി, ഞങ്ങൾ പെട്ടെന്ന് തന്നെ ഇറങ്ങാമെന്ന് സ്റ്റാൻലി പറഞ്ഞ് അവർ 3 പേരും ഓഫീസിലേക്ക് പോകുന്നുണ്ട്. അപ്പം സ്റ്റാൻലി പറയുന്നുണ്ട്, നിങ്ങളിവിടെയൊക്കെ ഒന്ന് ചുറ്റിക്കറങ്ങ്, ഞാൻ ഓഫീസിൽ പോയി മാനേജറടുത്ത് കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കി കണക്കൊക്കെ ഒന്ന് നോക്കിയിട്ട് വരാം എന്നും പറഞ്ഞുകൊണ്ട് സ്റ്റാൻലി അകത്തേക്ക് പോവുകയാണ്. അങ്ങനെ അലീനയും അവതക്കുട്ടിയും കൂടെ അവിടെ എല്ലാം കറങ്ങി നടക്കുന്നുണ്ട്. അപ്പം അവതക്കുട്ടി പറയുന്നുണ്ട്, ഇവിടെ ആരെങ്കിലുമൊക്കെ മോളടുത്ത് ചോദിക്കും ആരാന്ന്, അപ്പം മോള് പറഞ്ഞേക്കണം സ്റ്റാൻലിയുടെ മകളാണെന്ന്. അപ്പോൾ അലീന ചോദിക്കുന്നുണ്ട്, അങ്ങനെ പറഞ്ഞാൽ ശരിയാവുമോ വല്യപ്പച്ച, എല്ലാവരും ചോദിക്കത്തില്ലേ, അത് പപ്പയ്ക്കൊരു നാണക്കേടാവത്തില്ലേ എന്ന് ചോദിക്കുകയാണ്. അപ്പം അവതക്കുട്ടി പറയുകയാണ്, എന്ത് നാണക്കേട്, എന്നായാലും എല്ലാവരും അറിയണ്ടേ സ്റ്റാൻലിയുടെ മോളാന്ന്, പിന്നെ എന്തിനാ കള്ളത്തരം പറയുന്ന, മോള് പറഞ്ഞേക്കണം സ്റ്റാൻലിയുടെ മോളാണെന്ന്, പിന്നെ എന്തുവരെ പഠിച്ചെന്നൊക്കെ ചോദിക്കും. അപ്പോൾ BA MA MPhil എന്തെങ്കിലുമൊക്കെ അങ്ങ് തട്ടിവിട്ടേക്കണം. പലീന ചോദിക്കുകയാണ്, ഇതൊക്കെ എന്താ, ആർക്കറിയാം, എത്ര വരെ പഠിച്ചെന്ന് ഒരാളത്ത് ചോദിക്കുമ്പോൾ അവർ പറയുന്നത് MA BA MPhil എന്നൊക്കെ, അതുപോലെ മോളും എന്തെങ്കിലുമൊക്കെ അങ്ങ് തട്ടിവിട്ടാൽ മതി എന്ന് വല്യപ്പച്ചൻ പറയാണ്. ഇത് കേൾക്കുമ്പോൾ അലീനയ്ക്കൊന്ന് ചിരി വരുന്നുണ്ട്. അപ്പോൾ അലീന ചോദിക്കുന്നുണ്ട്, കള്ളം പറഞ്ഞത് ശരിയല്ലല്ലോ വല്യപ്പച്ച. അപ്പം വല്യപ്പച്ചൻ പറയുന്നുണ്ട്, ചെറിയ കള്ളത്തിലൊന്നും പറയുന്നതിന് കുഴപ്പമൊന്നുമില്ല, ഇവരെ മുന്നിലൊക്കെ നമുക്ക് പിടിച്ച് നിൽക്കണ്ടേ, ഇല്ലെങ്കിൽ മോളെ +2 വരെയൊക്കെ പഠിച്ചെന്ന് പറഞ്ഞാലേ അത് ലാലിച്ചനൊരു നാണക്കേടാവും, അത് വേണ്ട, അതുകൊണ്ട് മോടത്ത് ആരെങ്കിലും ചോദിച്ചാൽ അങ്ങനെയൊക്കെ അങ്ങ് പറഞ്ഞാൽ മതിയെന്ന് അവതക്കുട്ടി പറഞ്ഞു കൊടുക്കുകയാണ്. ഈ സമയത്ത് മാനേജർ കണക്കെല്ലാം കൊണ്ടുവരുന്നുണ്ട്. എല്ലാ കണക്ക് സ്റ്റാൻലി നോക്കുന്നുണ്ട്. കണക്കിനകത്ത് എന്തൊക്കെയോ മിസ്റ്റേക്ക് വന്ന് സ്റ്റാൻലി ചൂടാവുന്നുണ്ട്. ഈ കണക്ക് മൊത്തം തെറ്റാ, മര്യാദയ്ക്ക് ശരിയാക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് ചൂടായി ഫയലൊക്കെ വാരി വലിച്ച് എറിയുന്നുണ്ട്. അങ്ങനെ സ്റ്റാൻലി ആണെങ്കിൽ മാനേജറുടെ അടുത്ത് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുന്നുണ്ട്. അപ്പം എന്തായാലും എല്ലാം കറക്റ്റ് ആക്കണമെന്നൊക്കെ പറഞ്ഞ് സ്റ്റാൻലി അവിടുത്തെ ഇറങ്ങിയാണ്. അപ്പം അങ്ങോട്ട് പോയ സ്റ്റാൻലി അല്ല, തിരിച്ചു വന്നപ്പം നല്ല ദേഷ്യപ്പെട്ടാണ് വരുന്നത്. അപ്പോൾ അവതക്കുട്ടി ചോദിക്കുന്നുണ്ട്, എന്താടാ എന്ത് സംഭവിച്ചെന്ന് ചോദിക്കുകയാണ്. ഏയ് ഒന്നുമില്ല അപ്പം നമുക്ക് പോകാം എന്ന് പറയണം. അപ്പം അവിടെ നിന്ന് മാനേജർ ഒരാൾ ചോദിക്കുന്നുണ്ട്, ആരാ ഈ പെൺകുട്ടി ഏതാണെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പം സ്റ്റാൻലി ആദ്യം ഒന്നും മിണ്ടായിരുന്നിട്ട് പറയാണ്, ഇതെൻ്റെ മകളാ അലീന എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അവരെല്ലാം ഒന്ന് ഞെട്ടുന്നുണ്ട്, കാരണം ഇത്രയും നാൾ അവരാരും കണ്ടിട്ടില്ലാത്ത മകളാണ് അത്. അപ്പോൾ അവതക്കുട്ടിയും പറയുന്നുണ്ട്, ഇത് ലാലിച്ചൻ്റെ മകളാ അലീന എന്ന് പറഞ്ഞുകൊണ്ട് അവർ 3 പേരും അവിടുന്ന് പോവുകയാണ്. അങ്ങനെ തിരിച്ചു വരുന്നതിനിടയിൽ അവതക്കുട്ടിയും അലീനയും കൂടുതൽ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ അവതക്കുട്ടി ചോദിക്കുന്നുണ്ട്, നീ എന്താ മോളോടൊന്നും സംസാരിക്കാത്തതെന്ന് ചോദിക്കുകയാണ്. മോളെന്താ മോടെ പപ്പയോടത്ത് ഒന്നും സംസാരിക്കാത്തതെന്ന് തിരിച്ച് ചോദിക്കുന്നുണ്ട്. എന്നോടൊന്നും സംസാരിക്കാറില്ല, പിന്നെ ഞാനെന്ത് സംസാരിക്കാനാണെന്ന് അലീന ചോദിക്കുന്നുണ്ട്. അപ്പം അവതക്കുട്ടി ചോദിക്കുന്നുണ്ട്, മോള് ലാലിച്ചൻ എന്താ വിളിക്കുന്നത് എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അലീന ഒന്നും മിണ്ടാതിരിക്കുകയാണ്. എന്താ ഇതുവരെ പപ്പ എന്ന് വിളിച്ചിട്ടില്ലേ അവനെ എന്ന് ചോദിക്കുകയാണ്. അപ്പം അലീന ഒന്നും മിണ്ടായിരിക്കുകയാണ്. ഇതൊക്കെ സ്റ്റാൻലി ശ്രദ്ധിക്കുന്നുണ്ട്. അപ്പം അവതക്കുട്ടിയാണെങ്കിൽ അലീനയുടെ കൈ പിടിച്ച് സ്റ്റാൻലിയുടെ കയ്യിലേക്ക് വെച്ച് കൊടുക്കുകയാണ്. അപ്പം അത് കാണുമ്പോഴത്തേക്ക് സ്റ്റാൻലിക്കും അതുപോലെ അലീനയ്ക്കും ഭയങ്കര വിഷമവും അതുപോലെ സന്തോഷമാവുന്നുണ്ട്. അപ്പം സ്റ്റാൻലി ആണെങ്കിൽ അലീന ഇങ്ങനെ നോക്കുന്നുണ്ട്. അപ്പോൾ അവതക്കുട്ടി പറയുന്നുണ്ട്, നിൻ്റെ ആ കണ്ണാടി ഒന്ന് മാറ്റ്, നിൻ്റെ മുഖം ഒന്ന് കൊച്ച് നന്നായിട്ട് കാണട്ടെ എന്ന് പറയാണ്. അങ്ങനെ കണ്ണാടിയാണ് മാറ്റുവാണ്. അപ്പോൾ സ്റ്റാൻലിയുടെ കണ്ണിങ്ങനെ നിറഞ്ഞിരിക്കുന്ന അലീന കാണുന്നുണ്ട്. അലീന ഭയങ്കര സന്തോഷത്തോടെയും അതുപോലെ വിഷമത്തോടെയും പപ്പാന്ന് വിളിക്കുകയാണ് സ്റ്റാൻലിയെ. ഇത് കേൾക്കുമ്പോൾ സ്റ്റാൻലിക്ക് ഭയങ്കര സന്തോഷമാവുകയാണ്. അപ്പോൾ ഇവർ രണ്ടുപേരുടെയും സ്നേഹം കണ്ട് അവതക്കുട്ടിയുടെയും കണ്ണ് നിറയുന്നുണ്ട്. സങ്കടത്തോടെ അലീനയും സ്റ്റാൻലിയെയും നോക്കുന്നുണ്ട്. ആ കണ്ണിൽ സ്റ്റാൻലിയുടെ കണ്ണിലാണെങ്കിൽ അലീനയോടുള്ള സ്നേഹം അലീനയ്ക്ക് കാണാൻ പറ്റുന്നുണ്ട്. അതുപോലെ അലീന തൻ്റെ പപ്പയെ ആദ്യമായിട്ട് പപ്പ എന്ന് വിളിച്ച് അത് കേൾക്കുമ്പം സ്റ്റാൻലിക്ക് ഭയങ്കര സന്തോഷമാവുന്നുണ്ട്. ഇതൊക്കെ കണ്ട് സന്തോഷത്തോടെ അവതക്കുട്ടിയും ബാക്കിലിരിപ്പുണ്ട്.